ഹലോ ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ മോന് ഫുഡൊക്കെ കൊടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇത് കണ്ടോ, അതിന് മെഡിസിൻ മേടിച്ചു. ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. രാത്രി കൊണ്ടുപോയി. ഇങ്ങനെ തൂക്കി വെയിറ്റിംഗ് മെഷീനിൽ ഇടാനായിരുന്നു പാട് കേട്ടോ. വെയിറ്റൊക്കെ നോക്കി ഡോക്ടർ ശരിക്കും പരിശോധിച്ചു. അതൊരു ഇൻഫെക്ഷനാണ്. മരുന്ന് മാറ്റി തന്നു, ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. അപ്പോൾ ഗൈസ്, ഇന്നലെ രാത്രി മോനെ കൊണ്ടുപോയി കേട്ടോ. ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിനൊക്കെ എഴുതി തന്നു, ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. കണ്ടോ, ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി നല്ലവണ്ണം ചെക്കപ്പ് ചെയ്തു. ഞങ്ങളുടെ അടുത്തുള്ള ഡോക്ടർ തന്നെ കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ മെഡിസിൻ വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്ക് അവിടെ ഭയങ്കര തിരക്കായിട്ടോ. ഞങ്ങൾ ഗേറ്റിൻ്റെ അകത്ത് തന്നെ ഇവനെ വച്ചുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഫോൺ വിളിച്ചു വരാൻ ഇച്ചിരി കാലിയായപ്പോൾ. കാരണം ഇന്നലെ നടുവൊടിഞ്ഞ ഒരു പെറ്റിനെ കൊണ്ടുവന്നിട്ട് അത് സർജറി ആയിരുന്നു. പിന്നെ കാലൊടിഞ്ഞ ഒരു പെറ്റിനെ കൊണ്ടുവന്നിട്ട് അത് സർജറി ആയിരുന്നു. ഇന്നലെ 3-4 ഓപ്പറേഷനൊക്കെ ഡോക്ടറിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വിറ്റാമിൻ ഞങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് ഇത് കണ്ടിന്യൂ കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷാമ്പു മാറ്റി. ഞങ്ങൾ 2 വർഷം ഇതേ ഷാമ്പു ഉപയോഗിച്ചത്. ഇപ്പോൾ ഷാമ്പു മാറ്റി തന്നു. അപ്പോൾ അത് മേടിച്ചു, ഷാമ്പു മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇത് രാവിലെയും വൈകുന്നേരവും കൊടുക്കാൻ പറഞ്ഞു ഈ ഗുളിക. ഞാൻ വന്ന ഉടനെ തന്നെ ഇവന് ഫുഡ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുത്തു. ഇനി രാത്രി കൊടുക്കണം. അതാണ് ഈ പൊട്ടിച്ചത് കേട്ടോ. ഇതല്ല, ഇത് ഒരെണ്ണം നമ്മുടെ ഹ്യൂമൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. നമ്മൾ മനുഷ്യന് കഴിക്കുന്ന മരുന്നില്ല, ഇത് പെറ്റിൻ്റെ എല്ലാം കേട്ടോ. അപ്പോൾ വേറൊന്ന് ഇത് ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സാണ്. അപ്പോൾ ഇത് അതിരാവിലെ കാലി വയറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന ഉടനെ ഈ ടാബ്ലറ്റ്സ് പാൻറ് പോട്ടി കൊടുത്തതിന് ശേഷം, പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഇതും ഒക്കെ കൊടുത്തു. പിന്നെ ഒരു മെഡിസിനുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതും ഒരു മെഡിസിൻ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കൊടുത്തു. ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷം കൊടുത്തു. ഇനി രാത്രി. അങ്ങനെ ഇവന് ഇപ്പോൾ ഇത് 5 ദിവസം കൊടുക്കാൻ പറഞ്ഞു. ഇത് 1 മാസം കൊടുക്കാൻ പറഞ്ഞു. ഇത് കണ്ടിന്യൂ കൊടുക്കാൻ ഇത് കണ്ടിന്യൂ തേക്കണം എന്ന് പറഞ്ഞു. ഇതുപോലെ 2 വർഷത്തിന് മുമ്പ് ഒരു ഇൻഫെക്ഷൻ വന്നപ്പോഴും ഡോക്ടർ ഈ ഷാമ്പു തന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഷാമ്പു മാറ്റി കേട്ടോ. അതാണ് ഇനി ഇതും കണ്ടിന്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കിന്നിൻ്റെയാണ് കേട്ടോ. ഇത് ഞങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ അത് ഇൻഫെക്ഷൻ വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡെറ്റോളിട്ടും ലൈസലായിട്ടൊക്കെ തുടക്കൂലേ വീട്. അപ്പോൾ അവിടെ കയറി ഇവൻ കിടക്കും. അപ്പോൾ അങ്ങനെ എങ്ങനെയോ ഇൻഫെക്ഷൻ വന്നാണ്. പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. മെഡിസിനൊക്കെ മേടിച്ചു, എല്ലാം ആയി. ഞാൻ ഡോക്ടറിനെ കാണിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ഡോക്ടറിനെ തന്നെയാണ് പതിവായിട്ട് കാണിക്കുന്നത് കേട്ടോ. കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ പെറ്റ്സ് വരുന്നതാണ്. എപ്പോഴും ഡോക്ടറിന് തിരക്കാണ് കേട്ടോ. സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് ഡോക്ടറിൻ്റെ പേര്. ഇത് കേട്ടോ. ഡോക്ടറിനെ ഞങ്ങൾ നേരത്തെ ഫ്ലാറ്റിൽ ഫോൺ ചെയ്ത് വീട്ടിൽ പറഞ്ഞു വരുന്നുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ 2-3 സർജറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള എമർജൻസി ആയിട്ടുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഞങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞു. പെറ്റിനെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തു. അപ്പോൾ പുള്ളി ടാബ്ലറ്റ്സ് എനിക്ക് പിടിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ക്രീം തേക്കുന്ന ഇനിയൊരു ക്രീമും കൂടെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇത്തിരി ദൂരെ പോകണം മേടിക്കാൻ. അതിനി വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നോടും. അതിനി ഒരു 2 നേരം തേച്ചാൽ മതി. പിന്നെ അപ്പം അവനിപ്പോൾ എന്നെ കാണുമ്പോൾ പേടിയാണ്. എപ്പോഴും ഈ ടാബ്ലറ്റ്സൊക്കെ കൊടുക്കുന്നുള്ളതുകൊണ്ട് മെഡിസിൻസൊക്കെ പാവം കേട്ടോ. ഇനിയിപ്പോൾ അത് കുറഞ്ഞോളൂ, 2 ദിവസം കഴിയുമ്പോൾ അത് കുറഞ്ഞോളൂ. ഇവിടെ 42 ഡിഗ്രി ചൂടും 98 ഡിഗ്രി 98 ഡിഗ്രി ഹ്യൂമിഡിറ്റിയുള്ള ഭയങ്കര ചൂടാട്ടോ. എൻ്റെ മോൻ രാവും പകലും AC യിലാണ്. ഇപ്പം ഞാൻ ചോറൊക്കെ കൊടുത്ത് ഒന്ന്
അതുപോലെ ഈ ചൂടത്തായിരുന്നാൽ ലുക്ക് വാം വാട്ടറിൽ കുളിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ 2 വർഷത്തിന് മുമ്പ് ഇങ്ങനെ വന്നായിരുന്നു, അപ്പോഴും അത് തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നു. പൗഡർ ഇത് തന്നെ തുടർന്നോളാൻ പറഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത് തന്നെ കേട്ടോ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്ലിനിക്കും ഡോക്ടറിൻ്റെ വീട്. എപ്പോൾ വിളിച്ചാലും വീട്ടിൽ വേണമെങ്കിലും വരും. പക്ഷേ ഡോക്ടറിന് 2-3 ക്ലിനിക്കുണ്ട്. വൈഫും ഹസ്ബൻഡും ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ വെറ്റിനറി ഡോക്ടറായതുകൊണ്ട് അവരെപ്പോഴും തിരക്കിലായിരിക്കും, എപ്പോഴും വീട്ടിലുണ്ടാകാനും സാധ്യതയില്ല. പിന്നെയുള്ള സമയം ഇത്തിരി അവധിയൊക്കെ കിട്ടുന്ന സമയം ഡോക്ടർ ടൂറിന് പോകും, അവർ ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ലുക്ക് വാം വാട്ടറിൽ വെക്കാൻ പറഞ്ഞു, കുളിപ്പിക്കാൻ പറഞ്ഞു, ആഴ്ചയിൽ 1 ദിവസം. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനെ നല്ല കെയറായിട്ട് ഞങ്ങൾ നോക്കുന്നു കേട്ടോ. കൈയൊക്കെ പുറത്ത് പോയിരുന്നാൽ തുടച്ചെടുത്താൽ കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലേ. അതിന് വേണ്ടി എല്ലാ റൂമിലും ടിഷ്യൂ പേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ടിഷ്യൂവിൻ്റെ ഒരു ബോക്സ് തന്നെ ഇഷ്ടം പോലെ എല്ലാ റൂമിലും. ഇവന് എവിടെ വന്നിരുന്നാലും കാര്യം കയ്യും ഒക്കെ തുടച്ച അവനെ സൺഡേ ബാത്തു. ഇപ്പോൾ ചൂട് വന്നപ്പോൾ പച്ചവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. പക്ഷെ അത് വേണ്ട, ലുക്ക് വാം വാട്ടറിൽ തന്നെ കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഷാമ്പൂ ചേഞ്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഇത് വേറൊന്നുമല്ല, സമ്മറിൽ വരുന്ന ഒരു ഇൻഫെക്ഷനും പിന്നെ അല്ലാതെ നമ്മൾ ഈ ഡെറ്റോളും ലൈസലൊക്കെ വച്ചല്ലേ തറയിൽ തുടക്കുന്ന. അപ്പോൾ തറയിൽ തുടച്ചതിന് ശേഷം ഇവൻ ആ നനവോട് കൂടി കിടക്കും കേട്ടോ. അങ്ങനെ ഉണ്ടോ കയ്യിൽ വന്ന ഇൻഫെക്ഷൻ, വേറെ ഒന്നും. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ പെറ്റിനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇവന് നോക്കാൻ. ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഇവനെ എൻ്റെ പകുതി ടൈം ഒരു 12 മണിക്കൂർ രാവും പകലും 24 മണിക്കൂർ ഉണ്ടെങ്കിൽ രാത്രി അവൻ കിടന്നോളും. ഈ 12 മണിക്കൂറിൽ 8 മണിക്കൂറും അവൻ്റെ പിറകെയാണ്. അവനെ തന്നെ നോക്കി എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പാടില്ലല്ലോ എങ്ങനെ വന്നു എന്ന്. നമ്മൾ പെറ്റിനെയൊക്കെ നോക്കുമ്പോൾ അത്ര സൂക്ഷ്മതയോടെ നോക്കണം. ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, അത് ഒരു ഇച്ചിരി ചെറിയ വട്ടായപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ക്രീം തന്നു. വെറുതെ ഇനിയിപ്പോൾ ആ ക്രീം പുരട്ടണ്ട, അത് 700 രൂപ വെറുതെ നഷ്ടമായി. 3-4 ദിവസം പുരട്ടി കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടാമത് പിന്നെയും കൊണ്ടുപോയി. ഈ ഡോക്ടറിനെ തന്നെ ഞങ്ങൾ കണ്ടിന്യൂ കാണിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ഇഞ്ചക്ഷനൊക്കെ എടുക്കാനാണെങ്കിൽ ഡോക്ടർ വീട്ടിൽ വന്നോളും. നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്, ഡോക്ടറിൻ്റെ ഫ്ലാറ്റുമായിട്ട് നേരെ ഓപ്പോസിറ്റ്. ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ കയറിയാൽ ഡോക്ടറിൻ്റെ ടെറസ് കാണാം കേട്ടോ, ഛത്ത് കാണാം. അങ്ങനെയാണ്. പിന്നെ അവനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇവന് ചെറുപ്പത്തിലേ നോക്കുന്നുള്ളതുകൊണ്ട് അപ്പിയൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ തുടച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഇച്ചിരി എങ്ങനെ നോക്കിയിരുന്നാലും നമ്മൾ പെറ്റല്ലേ, ഇച്ചിരി ഡിഫക്റ്റ് അവർക്കുണ്ടെങ്കിൽ അത് വരും കേട്ടോ. നമ്മൾ അത്ര സൂക്ഷ്മതയായിട്ട് നോക്കുന്ന. ഡോക്ടർ പറയുന്ന ഫുഡാണ് ഞങ്ങൾ കൊടുക്കുന്നത്. തൈര്, പിന്നെ പറയുന്ന എന്താണ് ഫുഡ് അതാണ് കൊടുക്കുന്നത്. വേറെ ഇറച്ചിയൊന്നും കൊടുക്കാറില്ല, ഞങ്ങൾ ചിക്കൻ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇത്രയും നോക്കിയിട്ട് അവനിങ്ങനെ വന്നതിൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഈ സാധനം ഉണ്ടല്ലോ പെട്ടെന്ന് വലുതാകും. പക്ഷെ ഇത് ഉണങ്ങി വരാൻ നമ്മൾ 10-15 ദിവസം ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കുമ്പോഴേ ഉണങ്ങി വരത്തുള്ളൂ. ഇവരെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് നക്കുമ്പോഴാണ് കൂടുതൽ വലുതാവുന്നത്. ക്രീം തേച്ച് കൊടുത്തിരുന്നാലും അവൻ നക്കും കേട്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ മോനിതേ ഇന്ന് ഞാൻ നല്ല പൂവമ്പഴം ഇവന് വേണ്ടി ഞങ്ങൾ പൂവമ്പഴം മേടിച്ചുകൊണ്ട് വരുന്ന കേട്ടോ. പൂവമ്പഴം 2 എണ്ണം തൈരുമായിട്ട് പീച്ച്, ഇപ്പോൾ ചൂടുള്ളതുകൊണ്ട് ഞങ്ങൾ അതാണ് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ആപ്പിൾ കൊടുക്കാറുണ്ട്. ഇന്ന് ആപ്പിൾ കഴിച്ചില്ല കേട്ടോ, അവന് മൂഡ് ശരിയല്ല. കാരണം അവന് ടാബ്ലറ്റ്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ തൊണ്ടയിലേക്ക് ഇട്ട് കൊടുത്താൽ അവൻ കഴിച്ചോളും. പക്ഷെ ക്രീമൊക്കെ തേക്കുന്നതിന് അവന് ഭയങ്കര ഇറിറ്റേറ്റാണ് കേട്ടോ, ഇറിറ്റേഷൻ വരുന്നു അവന്. അതാണ് കാര്യം. ക്രീം തേക്കാനൊന്നും അവൻ വരത്തില്ല. പിന്നെ തുള്ളി സിറപ്പ് പോലത്തുള്ള മരുന്നുകളൊക്കെ കുടിക്കാനും അവൻ ഇച്ചിരി വിഷമം. ടാബ്ലറ്റ്സൊക്കെ കഴിച്ചോളും കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട ഗൈസ്, ഇന്നലെ 8 മണി തൊട്ട് ഇവനെയും കൊണ്ട് ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന. അപ്പോൾ എന്താ ഓരോ പെറ്റ്സുകൾ ഇങ്ങനെ വന്ന് സർജറി ഇപ്പോൾ ഡോക്ടർ വിളിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഗേറ്റിൽ തന്നെ നിൽക്കുന്നു. കാരണം ഡോക്ടറിന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടുന്ന സമയമാണ് ഇവനെ വിളിക്കുന്നത്. അത്ര സീരിയസ് എമർജൻസി ആയിട്ടുള്ള പെറ്റ്സിനെയൊക്കെ അവർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വിളിച്ചു, പെട്ടെന്ന് വരെ വന്നു. അവൻ്റെ വെയിറ്റൊക്കെ തൂക്കി 42 കിലോ ഉണ്ട്. അപ്പോൾ വെയിറ്റൊക്കെ ആവശ്യത്തിനുള്ളതാണ്, ഓവറായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം കൊണ്ട് അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞു.
ആക്റ്റീവാണ് എല്ലാമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഇൻഫെക്ഷൻ എല്ലാ പെറ്റ്സിലും വരണതാണ്. അതൊന്നും അത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്ന് 2 വർഷത്തിന് മുമ്പ് വന്നപ്പോഴും ഡോക്ടർ അത് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂവമ്പഴവും തൈരൊക്കെ കൂട്ടി ഇവനിപ്പോൾ ചോറ് കൊടുത്തു. ഇനിയിപ്പോൾ വൈകുന്നേരം വല്ല പെഡിഗ്രിയോ ചിക്കനോ ഒന്ന് പുഴുങ്ങി കൊടുക്കും. പെഡിഗ്രി പൊടിച്ചിട്ട് പാലിലിട്ടിട്ട് കൊടുക്കും കേട്ടോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി പുള്ളി രാവും പകലും ഈ എ സിയിലാട്ടോ കിടന്നുറങ്ങിക്കോളും. ഞങ്ങളെന്ന് പറഞ്ഞാൽ പുറത്തെന്ന് പറഞ്ഞാൽ അവന് മണ്ണിലൊക്കെ പോയിരുന്നാലും കാലൊക്കെ തുടച്ചകത്ത് കയറുന്നതാണ്. അപ്പോൾ ആരും പേടിക്കണ്ട, അതിൻ്റെ എല്ലാം പുറത്തോളും. മരുന്നൊക്കെ മേടിച്ചു, മെഡിസിനൊക്കെ മേടിച്ചു. എല്ലാവരും കണ്ടല്ലോ പുള്ളി കിടന്ന് ഉറങ്ങുന്ന കേട്ടോ, പാവം. ഇനിയിപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ട് അവന് ഒന്ന് മയങ്ങിക്കോളും കേട്ടോ. നല്ല എ സി ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, അവന് വേണ്ടി എപ്പോഴും ഓണാണ് കേട്ടോ എ സി. പിന്നെ എൻ്റെ മോള് ഓഫീസിൽ നിന്നുകൊണ്ട് പറയും, മമ്മി ഞാൻ 3 റൂമിൽ എ സി പിടിപ്പിച്ചിരിക്കുന്ന എൻ്റെ കൊച്ചിന് വേണ്ടി. അവനെ കൊച്ചെന്നേ വിളിക്കുള്ളൂ കേട്ടോ എൻ്റെ മോള്. കൊച്ചിനെ എ സി ഇട്ട് കൊടുക്കുക, എ സി ഇട്ട് കൊടുക്കുക, അവനെ ചൂടിൽ നിർത്തരുത്, ഭയങ്കര ചൂട്, ഹീറ്റ് വേവാണ്. അപ്പോൾ അവനെ എപ്പോഴും എ സി ഇട്ട് കൊടുക്കും. മമ്മി ഇരിക്കരുത് ചൂടത്ത്, വല്ലതൊക്കെ രോഗങ്ങൾ വരുമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അവനെ രാവും പകലും ഈ എ സി ബന്ദ് ചെയ്യൂല കേട്ടോ, രാവും പകലും. വൈകുന്നേരം ഞാനൊരു 5 മണി ചായ കുടിക്കുന്ന സമയം കഴിയുമ്പോൾ 1 മണിക്കൂർ ഇത് ഓഫ് ചെയ്യും. അന്നേരം അവൻ ഭയങ്കര പരവേശമാണ്. പിന്നെ പുറത്തിറങ്ങും, താഴെ പോവും, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ വിളിച്ച് പിന്നെ ഇട്ട് കൊടുക്കും, അങ്ങനെ കേട്ടോ. പാവം കിടന്നുറങ്ങുന്നുണ്ട്. മരുന്നൊക്കെ കൊടുത്തതിൽ ഇത്രയൊക്കെയുള്ളൂ വിശേഷം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഡെയിലിയുള്ള എൻ്റെ മോൻ്റെ ന്യൂസ് ഞാൻ അവരെന്ന് പറഞ്ഞാൽ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. എൻ്റെ മോനെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ കേട്ടോ ഞാൻ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ആരും പേടിക്കേണ്ട, അത് ഒരു 3 ദിവസം കൊണ്ട് എന്നെ ഉണങ്ങിക്കോടും. ഞങ്ങൾ അങ്ങനെയൊന്നും അവന് ഒരു ചെറുതായിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളത് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഓയിൻമെൻറ്റ് തേക്കാൻ പറഞ്ഞു. അത് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ മെഡിസിൻ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഓയിൻമെൻറ്റ് തേച്ചിരുന്നു. പക്ഷെ അവന് വലുതായി കൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടറിന് പിടികിട്ടി ഇതാണ് എന്നുള്ളത് പിടികിട്ടി. അപ്പോൾ അതിനുള്ള മെഡിസിൻ തന്നു. അപ്പോൾ ഇനി എല്ലാം ഓക്കെ ആയിക്കോളും, വേറെ ഒന്നുമില്ല. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും തന്നെ എൻ്റെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എൻ്റെ മോനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോട് എനിക്ക് ഹൃദയം നിറഞ്ഞ എൻ്റെ ഹാർട്ട് ടച്ച് ചെയ്തിട്ടുള്ള സ്നേഹം ഞാൻ തിരിച്ചു അറിയിക്കുന്നു കേട്ടോ. പിന്നെ എൻ്റെ മോൻ്റെ ഈ അസുഖങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി പേര് ആകാംക്ഷയായിട്ട് ചോദിക്കുന്നുണ്ട്. ഒത്തിരി പേര് നല്ല ബ്ലെസ്സിങ് തരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അപ്പോൾ നാളെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ മോൻ ഇനി ഉറക്കത്തിലായിരിക്കും. 2-3 ടാബ്ലറ്റ്സൊക്കെ കൊടുത്തതല്ലേ, ഉറങ്ങിക്കോളും കേട്ടോ. ഇനി പാവം ഉറങ്ങട്ടെ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, നല്ല പൂവമ്പഴവും തൈരും ചോറൊക്കെ ആയിട്ട്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.